എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് വെജിറ്റബിൾസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മിക്സഡ് വെജിറ്റബിൾ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസിൽ സവാള, 2 പച്ചമുളക്, പിന്നെ ഒരു ക്യാബേജ്, അതായത് ഒരു സ്മോൾ സൈസ് ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റൗ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒന്നും മധുരം മുമ്പിൽ നിൽക്കില്ല. മധുരം ബാലൻസ് ചെയ്ത് പൊക്കോളും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആവിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് വേണേൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അടിയിൽ പിടിക്കുന്ന പേടിയും വേണ്ട. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മെല്ലെ അടപ്പ് തുറന്ന് മാറ്റുകയാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇപ്പോൾ പച്ചക്കറിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1/4 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിരകിയ തേങ്ങ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് തേങ്ങ ഇതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആവുകയും അതുപോലെ തന്നെ നല്ലപോലെ കുക്കായി കിട്ടുകയും ചെയ്യും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അടപ്പ് തുറന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. Thanks for watching.